അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, തസവൂഫ് തസവൂഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ സൂഫി ലോകത്ത് വളരെയധികം പ്രാധാന്യമുള്ളൊരു വാക്കാണ് തസവൂഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ നന്നാക്കുവാൻ ഒരു മനുഷ്യൻ തയ്യാറെടുക്കുന്ന ഒരവസ്ഥ, തൻ്റെ ഹൃദയം ശുദ്ധിയായിരിക്കണം. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഹൃദയം ശുദ്ധിയല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് നടക്കാൻ കഴിയുന്നത്, ചിരിക്കാൻ കഴിയുന്നത്, അങ്ങനെ പലതിനും കഴിയുന്നത് നമ്മുടെ ഹൃദയം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഹൃദയം ശുദ്ധിയാണല്ലോ. രണ്ട് തരത്തിലാണ് ശുദ്ധി ഉള്ളത്. ഒന്ന്, ഈ പറയുന്ന ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനം. രണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ വരുന്ന മോശമായ അല്ലെങ്കിൽ ദോഷപരമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് മലിനമാകുന്ന ഒരവസ്ഥ. അപ്പോൾ ഹൃദയം എന്നുള്ളത് ഭൗതികമായിട്ടും മനസ്സ് എന്നുള്ളത് ആത്മീയമായിട്ടുമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഭൗതികമായി അതിനെ വിശേഷിപ്പിക്കുമ്പോൾ ഹൃദയത്തെ സ്ഫുടം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തസവൂഫിന്റെ ലക്ഷ്യമെന്ന്. ശരീരത്തിൻ്റെ അകത്തൊരു മാംസമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് ദുഷിച്ചാലോ ശരീരം മുഴുവനും ദുഷിച്ചു. അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമായാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ചലനമുണ്ടെങ്കിലും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൻ്റെ ഇടിപ്പ് അവിടെ നിന്നാൽ പിന്നെ സർവവും നിന്നു. ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭൗതികമായ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊതികളും, അതുപോലെ തന്നെ അഹങ്കാരം, അസൂയ, കോപം, അങ്ങനെ മത്സരം, അങ്ങനെ പല രീതിയിലുള്ള ജീവിതത്തിനോടുള്ള സുഖാനന്ദങ്ങളോടുള്ള അമിത താല്പര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മുടെ നാട്ടിൽ ഏത് നാട്ടിലാണോ ജനിച്ചത് ആ നാടുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ആഹാരങ്ങളല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മളൊക്കെ ഇന്ന് മോഡേൺ ഫുഡിന്റെ കാലത്താണ് എല്ലാവരും. ഒട്ടുമിക്ക ആളുകളും ഇന്ന് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഫുഡാണ് കേരളീയരൊക്കെ കഴിക്കുന്നത്. ഹോട്ടലുകളൊക്കെ നോക്കിയാൽ കാണാൻ വളരെ തിരക്കാണ്. അപ്പോൾ ഇവിടെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ആ രക്ഷിതാക്കൾ ഏത് രീതിയിലാണോ വളർന്നു വന്നത്, ആ വളർന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായ അനുഭവങ്ങൾ, അതുകൊണ്ട് തങ്ങളുടെ അവസ്ഥ തങ്ങളുടെ മക്കൾക്ക് വരരുത്, അവർക്ക് കുറച്ച് വ്യത്യസ്തമായ അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ പിതാവ് പട്ടിണിയൊക്കെ അനുഭവിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച്, മാതാവ് അതുപോലെ തന്നെ വളരെയധികം പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചൊക്കെ ആയിരിക്കും ഈ കുട്ടികളെ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്കുണ്ടായ ഒരു പ്രയാസം അവർക്കുണ്ടാകരുത്. അപ്പോൾ അവരെ കുറച്ചും കൂടി സെറ്റപ്പായിട്ട് വളർത്താൻ തയ്യാറാവുകയാണ്. അതിനുവേണ്ടി അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതം, അവരുടെ വസ്ത്രം, അങ്ങനെ അവരുടെ യാത്ര, അവരുടെ ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരം ഭൗതികപരമായ ശ്രദ്ധ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്താണോ അവർക്ക് കൊടുത്തത്, ആ കൊടുത്തതിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇവിടെ ജീവിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരവസ്ഥ, അവൻ പലതും ആഗ്രഹിച്ചു, പലതും സ്വപ്നം കണ്ടു, അതിൽ ചിലതെല്ലാം കിട്ടി, കിട്ടിയതിൽ നഷ്ടങ്ങളുണ്ടായി, അങ്ങനെ കണ്ണീരും സന്തോഷവും ഒക്കെ കലർന്നുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമാണ് പൊതുവായ രീതിയിൽ എല്ലാ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ അപൂർവം ആളുകൾ മാത്രമേ ഈ തസവൂഫ് എന്ന് പറയുന്ന റൂട്ടിലേക്ക് എത്തപ്പെടാറുള്ളൂ. ബാക്കി ഭൂരിഭാഗം ആളുകളും ഈ പറയുന്ന പോലെ ഒരു മുസൽമാനായിട്ട് ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ശരീഅത്ത് നിയമപ്രകാരമുള്ള നിസ്കാരങ്ങളും നോമ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ആളുകൾ
ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശരിയായ രൂപത്തിൽ ചെയ്യുന്നവരുമുണ്ട്, എങ്കിൽ എന്തൊക്കെയോ കാണിച്ച് ചെയ്യുന്നവരുമൊക്കെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആ പ്രവൃത്തിയും അങ്ങനെ അവർ ഭൗതികമായ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇബാദത്ത് എപ്പോഴും രണ്ടാമത്തെ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, ഒരാൾ രാവിലെ ഉണരുന്നത് സുബഹി നിസ്കരിക്കാനാണോ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ജോലിക്ക് പോകാനാണോ? നമ്മുടെ നെയ്യത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ രാവിലെ ഉണർന്നത് ജോലിക്ക് പോകാനാണ്, അപ്പോൾ സുബഹി നിസ്കരിച്ചു. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ളുഹർ ബാങ്ക് കൊടുത്തു, നമ്മൾ നിസ്കരിച്ചു. അത് ളുഹർ നമ്മുടെ ജോലിയുടെ ഇടയിലാണ് നിസ്കാരം ചെയ്യുന്നത്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു, ജോലിക്ക് വേണ്ടി നിസ്കാരം ചെയ്യുന്നു. അപ്പോൾ ശരിക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ ഉണ്ടായത് കൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ജീവന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ജീവൻ നമുക്ക് നൽകിയത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു ആണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചിന്ത അള്ളാഹുവിനായിരിക്കണം. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക, ഇതിലേക്ക് എത്തപ്പെടാൻ വലിയ പാടാണ്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, എല്ലാവരും സ്മരണയുണ്ട്, സ്മരണയില്ല എന്നല്ല, ഉണ്ട്. പക്ഷെ അത് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ ഓർമ്മകളിൽ നിന്ന് അത് നമ്മളൊരു സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു കല്യാണ സദസ്സിലേക്ക് കടക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു കണക്ഷനിൽ നിന്ന് വിട്ടുപോകും. ചില ആളുകളുണ്ട്, എനിക്ക് ളുഹർ നിസ്കരിക്കാനുള്ളതാണ്, ശരിയാവൂല, എനിക്ക് വേഗം പോകണം, അങ്ങനെ പറയുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ അവർ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. അവിടെയുള്ള വിഷയത്തിനല്ല പ്രാധാന്യം. വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും ഇബാദത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമുണ്ട്. രണ്ട് തരത്തിലാണ് ഇതിലിരിക്കുക. അപ്പോൾ എപ്പോഴും ഇബാദത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ തസവുഫ് എന്ന് പറയുന്ന റൂട്ടിലേക്ക് എത്തപ്പെടുള്ളൂ. കാരണം നമ്മളെപ്പോഴും ഫാത്തിഹ ഓതി ചോദിക്കുകയാണല്ലോ, എനിക്ക് നേരായ വഴി കാണിച്ചു തരാനും സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാനും ഒക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിരന്തരം ഈ ചിന്ത ഇങ്ങനെ ഭൗതിക വിഷയങ്ങൾക്കല്ല, ആത്മീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതികത്തെ കൊണ്ടുപോകുന്ന ഒരു രീതി, ആ രീതിയിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അത്തരം മേഖലകളിലേക്ക് എത്തപ്പെടും. അത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എല്ലാവരും എത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്താണ് തസവുഫ് എന്ന് പറയുന്നത്? എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയെയാണ് തസവുഫ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉള്ള ഹൃദയം എന്ന് പറയുന്ന, നമ്മൾ ആലോചിക്കും, നമ്മുടെ ഹൃദയം ശുദ്ധി ആയതുകൊണ്ടല്ലേ നമുക്ക് നടക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്, ചിരിക്കാൻ പറ്റുന്നത്, നമുക്ക് വലിയ വലിയ ജോലികളൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഹൃദയത്തെ എങ്ങനെ സ്ഫുടം ഇനി ഞാൻ എങ്ങനെയാണ് സ്ഫുടം ചെയ്യേണ്ടത്? അപ്പൊ ഹൃദയത്തെ സ്ഫുടം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന അതിൻ്റെ പ്രവൃത്തി കൊണ്ടിട്ടാണ് നമുക്കെല്ലാം കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത്. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്കെല്ലാം എന്ത് കാര്യവും നേടാനും. അപ്പം അതിലേക്ക് കടന്നു വരുന്ന മാലിന്യമാണ് നമ്മുടെ അഹങ്കാരം, അസൂയ, അതുപോലെ തന്നെ കോപം, മത്സരബുദ്ധി, നമുക്കുണ്ടാകുന്ന ദുർഗുണങ്ങൾ, അങ്ങനെ ഭൗതിക ജീവിതത്തിനോടുള്ള സുഖാനന്ദങ്ങളോടുള്ള അമിതമായ താല്പര്യം. ഇത് നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുകയാണ്. ഒരു വീട്ടിലേക്ക് പൊടിപടലങ്ങൾ വന്ന് കയറുന്നത് പോലെ, എന്നും അടിച്ചു വാരി വീട് വൃത്തിയാക്കുന്നത് പോലെ എന്നും വൃത്തിയാക്കുക. അപ്പൊ ഈ വൃത്തിയാക്കൽ നമ്മൾ ഹൃദയത്തിൽ നടത്താറില്ല. നമ്മൾ ശരീരം വൃത്തിയാക്കാറുണ്ട്. പുറമെയാണ് നമുക്കെല്ലാം വൃത്തിയാക്കാൻ കഴിയുന്നത്. നമുക്ക് അകം വൃത്തിയാക്കാൻ പറ്റില്ല. നമ്മുടെ അകം എങ്ങനെ നമ്മൾ വൃത്തിയാക്കും? നമുക്ക് അകത്തേക്ക് കൈയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പുറമേ നമുക്കെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ള് ശുദ്ധമാക്കുന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണമെങ്കിൽ തസവുഫ് എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഞാനിവിടെ
എല്ലാ ആനന്ദങ്ങളും ആസ്വദിക്കുന്നത് എന്തിനാ? മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മുസൽമാനായിട്ട് ജനിച്ച വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ ഒരു ശിക്ഷ, ആ ശിക്ഷയെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവൻ്റെ ജീവിതത്തെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ ഒരഴുക്കിലും പെടാതിരിക്കാൻ, തന്നിൽ അഹങ്കാരം വരാതിരിക്കാൻ, അസൂയ വരാതിരിക്കാൻ, കോപം വരാതിരിക്കാൻ, ഇതൊക്കെ വരും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനെയൊക്കെ ക്ഷമിക്കാനുള്ള, ദേഷ്യപ്പെട്ടാലും അത് ക്ഷമിക്കാനും, ഭാര്യയോട് ഭർത്താവ് കോപപ്പെടുന്നു, ഭയങ്കര വഴക്കായി, എന്തോ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിലായിരിക്കും, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര വാക്കുതർക്കങ്ങളൊക്കെ ആയിട്ട് അന്ന് ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാതെ കിടന്ന് ഉറങ്ങും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അത് പറഞ്ഞു തീർക്കണം. തീർക്കാൻ കഴിയുന്നവരോട് പറഞ്ഞു തീർക്കണം. തീർക്കാൻ കഴിയാത്തവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ തല്ലുപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പറയുക, അപ്പത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, നീ പൊരുത്തപ്പെട്ടേ. ഭാര്യയും പറയണം, എൻ്റെ വിഷമം കൊണ്ട് ഞാനും പറഞ്ഞു പോയതാണ്, ക്ഷമിച്ച്. ഇങ്ങനെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതുപോലെ ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാകുമ്പോൾ 1, 2, 3 തവണ കഴിയുമ്പോൾ നമുക്ക് വിഷയങ്ങളെ മനസ്സിലാക്കാനും അത്തരം തല്ലുപിടുത്തങ്ങളിലേക്ക് കടക്കാതിരിക്കാനും സൂക്ഷിച്ച് മുന്നോട്ട് പോകാനുമൊക്കെ നമുക്ക് കഴിയുന്നതാണ്. അപ്പം എപ്പോഴും ആത്മീയപരമായിട്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് തസവുഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ദുർഗുണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കാൻ വരും. ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെയാണല്ലോ നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. പിശാച് നന്നാകാൻ നേരത്ത് പിശാചാണ് ഏറ്റവും കൂടുതൽ അടുത്തേക്ക് വരുന്നത്. പിശാച് നന്നാകാൻ പോകുന്നവനെ എത്രയും പെട്ടെന്ന് ചീത്തയാക്കാനുള്ള കാരണങ്ങളൊക്കെ മുമ്പിൽ കൊണ്ടു നിർത്തും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണ്, ഒരാൾ കുറേ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പം അയാൾ അതിൽ നിന്ന് ഒരു പാഠം മനസ്സിലാക്കി, ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല. അപ്പം അയാൾക്ക് ചിലപ്പോൾ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വസ്തുവിനോടുള്ള ഇഷ്ടമായിരിക്കും. അത് മുഖാന്തരം അയാൾക്കുണ്ടായ ഒരു വിഷമം മുഖാന്തരം ഞാനത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞാണ്, ഇനി ഒരു സ്ത്രീയെയും ഞാൻ നോക്കില്ല, ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് സൂക്ഷിച്ചേ പോകും എന്ന് അയാളൊരു തീരുമാനമെടുത്താൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അന്നേ വരെ നോക്കാത്ത പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ അയാളെ നോക്കുന്നുണ്ട്. അയാൾക്ക് തന്നെ ആകാംക്ഷ തോന്നും, ഇതിനു മുമ്പൊക്കെ ഞാൻ നടന്നു പോകുമ്പോൾ ആരും എന്നെ നോക്കിയിരുന്നു, ഇപ്പം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷണം അവൻ്റെ നേരെ വരും. ഇവൻ പറഞ്ഞ ആ ഒരു സത്യം ശരിയാണോ എന്നറിയാൻ അവിടെ ഒരു പരീക്ഷണം നടക്കും. പക്ഷേ മനുഷ്യൻ അത് ചിന്തിക്കുന്നില്ല. അവൻ പെട്ടെന്ന് തലേ ദിവസം പറഞ്ഞ ആ ഒരു നെയ്യത്തൊക്കെ മറന്നുപോയി അവൻ വീണ്ടും പഴയ പോലെ തന്നെ ആവും. 1, 2 പ്രാവശ്യം അവനിക്ക് താക്കീതുകൾ കൊടുക്കും, എന്നിട്ടും രക്ഷയില്ലെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം സദൈവ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇഹ്യാ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ ദുർഗുണങ്ങളാകുന്ന പട്ടികളെ പിടിച്ച് കൊണ്ടുവന്ന് അകത്തിരുത്തി ഹൃദയത്തെ ഒരു പട്ടിക്കൂടാക്കാനാണ് പലരും ശ്രമിക്കുന്നതെന്ന്. മഹാനവറുകൾ പറയുകയാണ്, നമ്മൾ ദുർഗുണങ്ങളെ അന്വേഷിച്ച് നടക്കുക, അതെല്ലാം ഒരു പട്ടിക്കൂട് പോലെ നമ്മുടെ ഹൃദയത്തിനെ ഒരു പട്ടിക്കൂടാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം കൊണ്ടുവന്ന് കയറ്റി അത് ആകെ മലിനമാക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ എന്തെല്ലാം സന്തോഷം സ്വീകരിച്ചാലും നമുക്ക് ആ സന്തോഷം എന്ന് പറയുന്നത് മാറാനായിട്ട് അധികം സമയം വേണ്ട. സങ്കടം പുറകെ ഉണ്ട്. സന്തോഷത്തിൻ്റെ പുറകെ സങ്കടമുണ്ട്, സങ്കടത്തിൻ്റെ പുറകെ സന്തോഷവുമുണ്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സങ്കടങ്ങളുടെ പുറകെയാണ് സന്തോഷം, സന്തോഷത്തിൻ്റെ പുറകെ സങ്കടമാണ്. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അധികമായിട്ട് ചിരിക്കുമ്പോൾ, ഇന്ന് അധികം ചിരിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അതെ, അവർക്ക് അനുഭവങ്ങൾ കൊണ്ടാണ് അത് പറയുന്നത്. അത്തരം ചിരികളിൽ നിന്ന് കരച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അമിതമായി ചിരിക്കുമ്പോൾ അമിതമായി ചിരിക്കല്ലേ എന്നൊക്കെ കാരണവന്മാർ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ്
ഒരു മുസൽമാനായി ജനിച്ച മനുഷ്യന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അവന്റെ ശിക്ഷാരക്ഷകളെക്കുറിച്ചുള്ള ബോധവും, ആ ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ചാൽ പിന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മളിലേക്ക് കടക്കാതെ ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. വളരെയധികം ശ്രദ്ധിച്ച് യാത്ര ചെയ്യേണ്ട ഒരു വഴിയിലേക്ക് എത്തപ്പെടലാണ് ശരീഅത്തിന്റെ വഴി എന്ന് പറയുന്നത്. ആ വഴിയിൽ കുറെ കല്ലും മുള്ളുമൊക്കെ ഉണ്ട്. ഒരു മനുഷ്യൻ പൂർണ്ണനാകുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് എത്തപ്പെടും. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അത് നിക്ഷേപിക്കുമ്പോൾ തൻ്റെ സർവ ചലനങ്ങളും ശ്രദ്ധിക്കുന്ന, തൻ്റെ ഉറക്കത്തിലും ഉണർവിലും തന്നെ നിരീക്ഷിക്കുന്ന അതിസൂക്ഷ്മവും ശക്തവുമായ ഒരു അദൃശ്യ നോട്ടമുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടി. ഏത് നിമിഷത്തിലും തന്നെ പിടികൂടുമെന്നുള്ള ബോധം. കാരണം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, കൊതികളുണ്ട്, തർക്കങ്ങളുണ്ട്, സ്വത്തുക്കളോടുള്ള മോഹമുണ്ട്. ഇതെൻ്റെയാണ്, ഇത് നിന്റെയാണ് എന്നൊക്കെ പറയുന്ന മത്സര ബുദ്ധികളുണ്ട്. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് എൻ്റെ ആഭരണങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടി തമ്മി തല്ലുന്ന മനുഷ്യൻ ഒരു നിമിഷം ചിന്തിക്കുക. ഖുർആൻ എത്രയോ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. ദാ സുൽസിലത്തിൽ അർളി സിൽസാലഹ വഖറജത്തിൽ അർളി അസ്കാലഹ വഖാലൽ ഇൻസാനു മാലഹ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ വയനാട് സംഭവിച്ചത്. എന്തെല്ലാം മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു ആ നാട്ടിലുള്ളവർ. എത്ര പെട്ടെന്നാണ് അവരെല്ലാം അവിടെ നിന്ന് മാഞ്ഞുപോയത്. അവരുണ്ടാക്കിയ സ്ഥലം, അവരുണ്ടാക്കിയ വസ്തുവകകൾ, അവരുടെ വീട്ടിൽ അവർ അലങ്കരിച്ച അലങ്കാര വസ്തുക്കൾ, അങ്ങനെ പലതും ഒരു നിമിഷം കൊണ്ടാണ് മണ്ണുമായി ചെളിയിൽ കുഴഞ്ഞു മറിഞ്ഞത്. നാളെ ചെളിയിൽ മറയാനുള്ളവരാണ് നമ്മുടെ ശരീരവും. നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ നമ്മൾ മറന്നുപോകും. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അപ്പൊ അള്ളാഹു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് നിസ്കാരം തന്നത്. നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ കടത്ത് കഴിക്കലാണ്. എല്ലാവരും നിസ്കരിക്കുന്നത് ഒരു കടത്ത് കഴിക്കൽ പോലെയാണ്. പലരും പല രീതിയിലാണ്. ബാങ്ക് കൊടുത്ത, ബാങ്ക് കൊടുത്തല്ലേ, ഇത്ര പെട്ടെന്ന് കൊടുത്ത. പിന്നെ അവൻ അവിടെ നിന്ന് ഒരു പോക്കാണ് പള്ളിയിലേക്ക്. ചിലപ്പോൾ കടയിൽ ആ സമയത്തായിരിക്കും ഇത്തിരി കച്ചവടമൊക്കെ നടക്കണത്. അപ്പൊ മനസ്സ് കച്ചവടത്തിലും ശരീരം പള്ളിയിലുമായിരിക്കും. കച്ചവടത്തിൽ നിന്ന് മനസ്സിനെ വിട്ട് മനസ്സ് പള്ളിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അവൻ്റെ നോട്ടം ആര്? നമ്മളെ വീക്ഷിക്കുന്ന അള്ളാഹു. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണെന്ന് നമ്മളൊക്കെ പറയുന്നു. എല്ലാം അറിയുന്ന റബ്ബിൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, അവൻ നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നത് അവൻ്റെ ആ ഒരു ശ്വാസം കൊണ്ടാണ്. നിന്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതിയപ്പോൾ അവൻ എഴുതി. അങ്ങനെയാണല്ലോ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ മണ്ണ് ചെളി ഒക്കെ കുഴച്ച് ഒരു രൂപമുണ്ടാക്കി. അങ്ങനെ ആ രൂപത്തിലേക്ക് എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതിയപ്പോൾ അവൻ എഴുന്നേറ്റു. അപ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റ് നടക്കുന്നത് അവൻ്റെ ആ അനുഗ്രഹം കൊണ്ടാണെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്കെവിടെയും നമ്മുടെ പേര് പറയാൻ പറ്റുന്നില്ല. എല്ലാം ഞാൻ ചെയ്തു. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും. ആരാണ് ഈ ഞാൻ? അത് അള്ളാഹു ആണെന്ന് മനസ്സിലാവും. അവൻ്റെ കഴിവ് കൊണ്ടാണ് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിവുകളില്ലാതെ വരുമ്പോൾ
ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമാമുകൾ ഉണ്ടാകുന്നു. എന്ത്, നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു ഇമാമുണ്ട് നേതൃത്വം തരാനായിട്ട്. അപ്പൊ ശരീഅത്തിന്റെ വഴിയിൽ ഒരു ഇമാമാണെങ്കിൽ ആ ഇമാമിന് നിസ്കാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സംസാരിക്കുക എന്നല്ലാതെ ഒരു മനുഷ്യന്റെ ഒപ്പം നടന്നിട്ട് അവനെ നന്നാക്കി എടുക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും ഈ പണ്ഡിതനിക്കില്ല. എങ്കിൽ തസവൂഫിന്റെ വഴിയിലേക്ക് കടക്കുമ്പോൾ, ഒരു സൂഫി വര്യനുമായി കണക്ഷൻ ആകുമ്പോൾ, സൂഫി വര്യൻ അവനെ കൺട്രോൾ ചെയ്യുകയാണ്, അവനെ നിയന്ത്രിക്കുകയാണ്. ഒരു റിമോട്ടിൽ ചലിക്കുന്ന ഒരു വണ്ടി പോലെ ആയി മാറും മുരീദ്. കാരണം ഷെയ്ഖിന്റെ നിയന്ത്രണത്തിലായിരിക്കും മുരീദിന്റെ യാത്ര. അതുകൊണ്ട് താൻ എന്ത് ചെയ്താലും തൻ്റെ ഷെയ്ഖ് അറിയും എന്നുള്ളൊരു ബോധം, ഈ ബോധത്തിലേക്ക് അപ്പം എന്താ, ശരിയായ രൂപത്തിൽ റബ്ബിനെ പിടുത്തം കിട്ടാത്ത ആൾക്കാർക്ക് ഒരു സൂഫിയുടെ അരികിൽ വരുമ്പോൾ അവർ സൂഫിയെ പെട്ടെന്ന് ഓർക്കും. അപ്പോൾ സൂഫിയുടെ നിയന്ത്രണത്തിൽ അവരാകും. എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ, ഓ ഞാൻ വൈകിട്ട് അവിടെ ചെല്ലാനുള്ളതാണ്, ഞാൻ അങ്ങോട്ട് ചെല്ലാനുള്ളതാണ്, അവരെന്നോട് ചോദിക്കും ഞാൻ ചെയ്ത തെറ്റൊക്കെ. അപ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് സൂഫി വര്യരുമായിട്ടുള്ളത്. എങ്കിൽ അള്ളാഹുവിൻ്റെ വിഷയം അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ വിഷയം നമ്മൾ മരണപ്പെട്ട് ചെന്ന് കഴിഞ്ഞാലേ ഉള്ളൂ ഈ ചോദ്യം ചെയ്യലൊക്കെ. അപ്പം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്തതൊക്കെ മോശമാണെങ്കിൽ അവിടെ ചെന്നിട്ട് എങ്ങനെ തിരുത്താൻ പറ്റും? അതുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരുടെ അരികിലിരുന്നാൽ അവർ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെന്താക്കും? നമ്മളെ അവർ നേരെയാക്കും. അങ്ങനെ നേരെയാക്കുന്ന മുറബിയായ മഷായിഹന്മാരെ കിട്ടാൻ വലിയ പണിയാണ്. അത് കിട്ടണമെങ്കിൽ നമുക്ക് ചില സ്കൂളിലൊക്കെ പോയി നമ്മൾ എക്സാമൊക്കെ എഴുതി അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി, എന്നാലും ഒരു അത്യാവശ്യം ഒരു മാർക്ക് ഉണ്ടെങ്കിലാണ് നല്ലൊരു സ്കൂളിലൊക്കെ സെലക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു സ്കൂളിൽ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മാർക്കുണ്ടോ എന്ന് നോക്കും. മാർക്ക് കുറവാണെങ്കിൽ കിട്ടാൻ വലിയ പാടുമായിരിക്കും. അപ്പം എന്നതുപോലെ ഈ പറയുന്ന റബ്ബിൻ്റെ നോട്ടം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് നല്ല മാർക്ക് ഉണ്ടാകണം. അപ്പോൾ അവൻ്റെ ഇബാദത്ത്, അവനെ ഉണരുന്നത് ഉറങ്ങുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി ഉണരുകയും അള്ളാഹ്ക്ക് വേണ്ടി ഉറങ്ങുകയും ചെയ്യുമ്പോൾ അതിനിടയിൽ അവൻ ജീവിക്കും. ആ ജീവിതം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലായി മാറും. അള്ളാഹ് നമുക്ക് മുൻകൂട്ടി ഓരോരോ മെസ്സേജുകൾ തരും, പലതരത്തിലുള്ള മെസ്സേജ് തരും. അപ്പോൾ അത്തരം മെസ്സേജുകളെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. ഈ കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു രസകരമായ സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആലപ്പുഴയിലുള്ള സമയത്ത് അവിടെ ഒരു വീടുണ്ട്. മിക്കപ്പോഴും ആ വീട്ടിൽ നിന്ന് വൈകുന്നേരമാകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വലിയ ലഹള കേൾക്കും. അപ്പോൾ ദിനംപ്രതി ഞാനിത് കേൾക്കാറുണ്ട്. രാത്രിയാകും ഭർത്താവും ഭാര്യയും തമ്മിൽ അമിതമായ തല്ലുപിടുത്തമാണ്. ഭർത്താവ് നല്ല മദ്യപാനിയാണ്. വന്നു കയറിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞാടിയും ബഹളവും. ഇതൊക്കെ പുറത്തുനിന്ന് ഞാൻ കേൾക്കാറുണ്ട്. ഒരു ദിവസം ഭാര്യ എന്നോട് പറഞ്ഞു, ആ സ്ത്രീ വന്നിരുന്നു, വല്ലാതെ കരയുന്നു, അവരുടെ കരച്ചിൽ കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നി. അപ്പോൾ ആ ഭർത്താവ് ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു, അദ്ദേഹം നന്നായിട്ടൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് 2 മക്കളാണ് വളർന്നു വരുന്നത്, ആ ബോധമൊന്നും അദ്ദേഹത്തിനില്ല, പണിയെടുക്കുന്ന കാശൊക്കെ കുടിച്ചു തീർക്കണേണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു ദിവസം അവരെന്നെ കണ്ടപ്പോഴും ഇതേ വാക്ക് തന്നെ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഒന്ന് നേരെയാക്കി തരാമോ? ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, അവരെ നന്നാക്കാനും അവരെ നശിപ്പിക്കാനും ഞാൻ ആളല്ല. ഒരാൾ നന്നാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും, ആ കാരണത്തിലൂടെ അയാൾ നന്നാകും. അങ്ങനെ ഒരു കാരണം കൊണ്ട് അയാൾ എൻ്റെ മുമ്പിൽ എത്തപ്പെട്ടാൽ ഞാൻ സംസാരിക്കാം, അല്ലാതെ അങ്ങോട്ട് കയറി ചെന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പല ദിവസങ്ങളും കടന്നുപോയി, പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ നിന്ന് കേൾക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഇയാൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇയാളുടെ കഴുത്തിലും കയ്യിലുമൊക്കെ ഇങ്ങനെ കൊമള പോലെ വന്നിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്, മൊത്തം ചൊറിഞ്ഞ പോലെ വ്രണമായിരിക്കും. ഞാനത് നോക്കി.
എന്താണെന്ന് അറിയില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ മേലാസകലം ഇങ്ങനെ. എനിക്ക് മനസ്സിലായി ചിലന്തിയുടെ മൂത്രം വീണതാണ്. ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് അതിനുള്ള മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ അത് മാറിപ്പോവുകയും ചെയ്തു. എങ്കിലും ആ കിട്ടിയ അവസരം, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ അടിസ്ഥാനത്തിൽ കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഞാൻ പറഞ്ഞു, ഒരു 11 ദിവസം മുടങ്ങാതെ ഇത് കഴിക്കണം എന്ന് വെറുതെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും എന്നെ കാണാൻ വരേണ്ട അവസ്ഥയിലായി. അപ്പോൾ വരും, ഞാൻ സംസാരിക്കും, ഓരോ വിഷയങ്ങൾ ചോദിക്കും, ജോലി ചോദിച്ചു, പരിചയപ്പെട്ടു, പേര് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഇയാൾ രാവിലെ വരുമ്പോൾ സംസാരിച്ച് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം വൈകുന്നേരം വരികയാണ് എൻ്റെ അടുത്ത്. അവിടെ വന്നിരുന്ന അദ്ദേഹം കുറെ കരഞ്ഞു. ഞാൻ കുറേ കാലം എന്തൊക്കെയോ കാണിച്ച് ജീവിച്ചു. എനിക്കിപ്പോൾ നന്നാകണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇന്ന് മദ്യപിച്ചില്ലേ? ഇല്ല, എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. എന്താ കാശില്ലാഞ്ഞിട്ടാണോ? ഇല്ല, പൈസയൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് നന്നാകണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ നന്നാകും. ഇല്ല, എനിക്ക് ഇസ്ലാമികപരമായിട്ടൊരു അറിവുമില്ല. ഞാൻ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്കതൊക്കെ പഠിക്കണം. അപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, വൈകിട്ട് വാ. അങ്ങനെ വരുന്ന സമയത്ത് ഫാത്തിഹയും സൂറത്തുകളുമൊക്കെ ഓരോന്നോരോന്നായിട്ട് മലയാളത്തിലൊക്കെ എഴുതി കൊടുത്ത് ഞാനിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. എന്തിനു പറയുന്നു, അയാൾ ദിവസവും ജോലി കഴിഞ്ഞ് നേരത്തെ എത്തുകയും പിന്നെ എൻ്റെ അടുത്തിരിക്കുകയും ആ വീട്ടിലുള്ള ലഹള അവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. വലിയ സന്തോഷം, ആ വീട്ടുകാർക്കും സന്തോഷം, കുട്ടികൾക്ക് സന്തോഷം. ഇദ്ദേഹമാണെങ്കിൽ വരുമ്പോൾ കുട്ടികൾക്ക് നല്ല മിഠായിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഭാര്യയോട് സ്നേഹം കാണിക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ ദിവസത്തിലും ഞാൻ ഇദ്ദേഹത്തിന് ക്ലാസ് എടുത്ത് അദ്ദേഹം നല്ലൊരു മനുഷ്യനായി. അപ്പം മറ്റൊരു പ്രശ്നം, അദ്ദേഹം വന്നിട്ട് പറയാണ്, ഞാനിപ്പോൾ കുടിക്കാൻ ചെല്ലാറില്ല. ചില സുഹൃത്തുക്കളൊക്കെ എൻ്റെ ശത്രുക്കളായി മാറി. ജോലി കഴിയുമ്പോൾ എൻ്റെ നിന്നും ഒരു ഷെയർ ഇട്ടുകൊണ്ടാണ് അവരൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെന്നെ പരിഹസിക്കുകയാണ് ഞാൻ നടന്നു വരുമ്പോൾ. ഇവനിപ്പോൾ പരിശുദ്ധാത്മാവായി, അങ്ങനെയായി, ഇങ്ങനെയായി. അപ്പോൾ ഒരാൾ നന്നായാലും നന്നാകാനും സമ്മതിക്കില്ല നാട്ടുകാർ, അത് വേറൊരു വിഷയം. അപ്പോൾ എന്തിനു പറയുന്നു, ഈ വ്യക്തി നന്നായതിന് കാരണക്കാരനാരാണ്? അത് ഞാനാണ്. അപ്പോൾ എൻ്റെ നേരെയും ശത്രുക്കൾ. എന്താണ്, അവർക്ക് കുടിക്കാൻ കിട്ടുന്ന കുറച്ച് കുറഞ്ഞുപോയി ഞാൻ കാരണം. അപ്പോൾ അവർ എൻ്റെയും ശത്രുക്കളായി. അപ്പോൾ എന്നെക്കുറിച്ചും ഫിത്തിന പറയാൻ തുടങ്ങി. പിന്നെ അത് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഫിത്തിന ഉണ്ടാകുമല്ലോ. നല്ലത് പറയാൻ തയ്യാറാകുമ്പോൾ പിന്നെ കുറ്റം കേൾക്കാൻ വിധിക്കപ്പെട്ടവനായി മാറും. അത് സ്വാഭാവികമാണ്. അതറിയാവുന്നത് കൊണ്ടിട്ട് ഇത്തരം വിഷയങ്ങൾക്ക് കാതു കൊടുത്തില്ല. അങ്ങനെ ഈ മനുഷ്യൻ നല്ല രൂപത്തിലായി. വൈകുന്നേരം കുട്ടികളൊക്കെ ആയിട്ടിരുന്നത് അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു, ദിക്ർ ചെല്ലുന്നു, നിസ്കരിക്കുന്നു ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒന്ന് എറണാകുളത്തേക്ക് വന്ന് ഞാൻ തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് വീണ്ടും ലഹള കേൾക്കുകയാണ്. ഈ പ്രാവശ്യം കേൾക്കുന്നത് മുമ്പത്തേക്കാളും വലിയ ശബ്ദത്തിലാണ്. കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. ഞാൻ ഭാര്യയോട് ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം? എന്താണെന്നറിയില്ല, വൈകിട്ട് അദ്ദേഹം കുടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ലഹള. ഇന്നലെയും ചെറുതായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം, എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പം എനിക്കാകെ സങ്കടം, ദേഷ്യവും എല്ലാം കൂടി വന്ന്, ഇയാൾക്ക് എന്ത് പറ്റി? ഇത്രയും ദിവസം വന്ന് വലിയ പരിശുദ്ധാത്മാവായിട്ട് നിന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ചീത്തയാകാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ആലോചിച്ച് ആകെ ഇങ്ങനെ അസ്വസ്ഥതയിൽ ഇരിക്കുമ്പോൾ അയാൾ അങ്ങോട്ട് കയറി തന്നെയാണ്. നല്ല ഫിറ്റാണ്. ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിന്നിട്ട് അയാൾ സങ്കടത്തോടു കൂടി പറയുകയാണ്, എൻ്റെ ഉസ്താദെ, ഞാൻ നന്നാകാൻ ശ്രമിച്ചില്ലേ, പക്ഷെ എനിക്കൊന്നും നന്നാകാനായിട്ട് എൻ്റെ തലയിൽ എഴുതിയിട്ടില്ല. ഞാൻ നന്നായാൽ എൻ്റെ ഭാര്യയല്ലേ അതിൽ സന്തോഷിക്കേണ്ടത്. പക്ഷേ ഇവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ 2 പേർക്ക് അധികം അടിക്കണം, എന്നാലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും.
ഇയാൾ പറയണൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, എന്താ സത്യത്തിൽ ഉണ്ടായത്? എടുത്ത വഴിക്ക് അയാൾ പറയുകയാണ്, ഞാൻ ഇവിടെ അതിൻ്റെ അടുക്കൽ വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് ഞാൻ നേരത്തെ വീട്ടിലെത്തി. എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് സന്തോഷത്തിലിരിക്കാൻ ശ്രമിച്ചു. ഞാൻ ദിക്ർ ചൊല്ലുന്നു, മക്കളെ വിളിച്ചിട്ട്. അവളെ വിളിച്ച് അവൾ വരില്ല. പല പ്രാവശ്യവും ഞാൻ അവളെ വിളിച്ചു, അവളോട് നിസ്കരിക്കാൻ പറഞ്ഞു, അവൾ കേൾക്കുന്നില്ല. അങ്ങനെ പല പ്രാവശ്യവും അവളോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ അധികം ഒച്ചയെടുക്കാത്തത് ഇവിടെ നിന്ന് ഉസ്താദ് കേൾക്കുമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വിഷയമുണ്ടായത്? പല പ്രാവശ്യം പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ല. ഇന്നലെ ഞാൻ ഇത്തിരി ദേഷ്യത്തോടു കൂടി പറഞ്ഞു, അതിവിടെ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇത്തിരി ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു. നിസ്കരിക്കാനായിട്ട് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ അവൾ TV കാണലാണ് അവനുള്ള പണി. അവൾ എടുത്ത വഴിക്ക് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ സാർ? ഇതിലും ഭേദം നിങ്ങൾ കുടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അതായത് ഭാര്യയ്ക്ക് TV കാണാൻ പറ്റണില്ല, ഭർത്താവ് നന്നായതല്ല വിഷയം, ഭാര്യയ്ക്ക് TV കാണാൻ പറ്റില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇതിലും ഭേദം നിങ്ങൾ കാരണം കുടിച്ചുകൊണ്ട് കിടന്നപ്പോൾ വീട്ടിലേക്ക് വരാൻ വൈകുമായിരുന്നു, കുറച്ച് ലഹളയാണ്, അപ്പോൾ TV കാണുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞ ആ സ്ത്രീയെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചു പോയി. കണ്ണീരൊഴിച്ച് ഭയങ്കര സങ്കടത്തിൽ എൻ്റെ ഭർത്താവൊന്ന് നന്നായി കണ്ട് മരിച്ചാൽ മതി എന്ന് പറയുന്ന ആ സ്ത്രീ. ഇതാണല്ലോ, ഒരാൾ നന്നായാൽ അത് കണ്ട് സന്തോഷിച്ച് അവരോടൊപ്പം നന്നാകാൻ ശ്രമിക്കലല്ല, മറിച്ച് അവരെയും ചീത്തയാക്കും. അപ്പം അങ്ങനെയാണ് ജീവിതത്തിൻ്റെ പോക്ക് കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. തസവുഫിൻ്റെ വിഷയങ്ങളിലേക്ക് നമുക്കിനി കടന്നു പോകാം. വിശദീകരിച്ച് തന്നെ പറയണം. തസവുഫിനെ കുറിച്ച് പല രീതിയിലും അറിവുള്ളവരുണ്ടാകും. ഞാൻ എൻ്റെ അറിവ് വെച്ചാണ് സംസാരിക്കുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സർവ്വതും പൊറുക്കുക. അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നമുക്കെല്ലാം ഇട നൽകട്ടെ. ഇതിൻ്റെ അകത്ത് ആരും മോശമായ ഒരു കമൻറ്റും ഇടരുത്. കാരണം ഞാനും നന്നാകാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. കേൾക്കുന്ന നിങ്ങളും പറയുന്നതിൽ എന്തെങ്കിലും വാക്കിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സദയം ക്ഷമിച്ച് നല്ല മറുപടികൾ ഇടണം. ആശയവിനിമയങ്ങൾ നടക്കാം, പുച്ഛിക്കലാകരുത്. അതല്ല നമ്മുടെ ഇസ്ലാമിൻ്റെ വഴി. പരിഹാസത്തിൻ്റെ വഴിയല്ല ഇസ്ലാമിൻ്റെ വഴി, കാരുണ്യത്തിൻ്റെ വഴിയാണ്. പറയുന്നതിൽ അഹങ്കാരം വരാൻ പാടില്ല, പറയുന്നതിൽ ധാർഷ്ട്യം വരാൻ പാടില്ല. സ്നേഹമാണ് വലുത്, കാരുണ്യമാണ് നമ്മൾക്ക് വേണ്ടത്. അള്ളാഹു കരുണയും കാരുണ്യവും ഉള്ള മനസ്സ് നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.